ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 10ലേറെ വർഷം പഴക്കമുള്ള മെഷീനാണിത്. ഇത് ഞാൻ ആദ്യകാലത്ത് തയ്യൽ പഠിച്ചതും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് വരുമാനവും നേടിത്തന്നൊരു മെഷീനാണിത്. അപ്പോൾ ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ആരും തയ്ക്കാറൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മെഷീൻ്റെ ഓവറോൾ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആരും തന്നെ ഉപയോഗിക്കുന്നില്ല. ഫുള്ള് പൊടിയും അതുപോലെ തന്നെ എട്ടുകാലി വലകളൊക്കെ കയറിയാണ് നമ്മുടെ മെഷീൻ്റെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയെന്ന് പറയുന്നത്. ആരും ഓയിൽ പോലും ചെയ്യുന്നില്ല. അപ്പോൾ വല്ലപ്പോഴും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ മാത്രമാണ് അത് ഓയിൽ ചെയ്തിടുന്നത്. എന്നാലും നമുക്കത് വൃത്തിയാക്കാനുള്ള സമയം കിട്ടത്തില്ല. ജസ്റ്റ് ഒന്ന് ഓയിലിട്ട് എന്തെങ്കിലും തുണി അടിച്ചിട്ട് അപ്പോൾ തന്നെ നമ്മൾ മെഷീൻ എടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സൈഡിലോട്ട് നീക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കാണുന്ന വഴിക്ക് ഞാനൊരു വീഡിയോ കണ്ടു. അപ്പോൾ ചാനലിൻ്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, ജസ്റ്റ് അത് ഫുൾ വീഡിയോ കാണാനായിട്ടും പറ്റിയില്ല. അപ്പോൾ ഇതുപോലത്തെ സാധാരണ ചവിട്ട് മെഷീൻ അവർ ഫുൾ അഴിച്ചതിന് ശേഷം വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അത് ഫുള്ള് അവർ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു മെത്തേഡ് ഇതുവരെ അറിയില്ലായിരുന്നു. കാരണം നമുക്ക് തുരുമ്പെടുത്ത് പോകുമോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നല്ല വെയിലായതുകൊണ്ട് ഈ ഒരു മെത്തേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഫുൾ ഉണങ്ങി പോകുമല്ലോ എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഫുൾ ആദ്യമേ ഇതിൻ്റെ മുകൾ പാർട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് മാറ്റി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നല്ല രീതിക്ക് പൊടിയുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് അത്രയും ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത്രയധികം മനസ്സിലാകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഉള്ളിലൊക്കെ ആണെങ്കിലും നല്ല പൊടിയാണ്. അതുപോലെ തന്നെ ഇത് ഫുൾ അഴിച്ചെടുക്കണം. അവർ ഫുൾ ഇത് അഴിച്ചതിന് ശേഷമാണ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. പക്ഷേ ഇതിപ്പം കുറേ നാൾ നമ്മൾ അഴിക്കാതെ ഓയിൽ ചെയ്യാതെ ഇരുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം തുരുമ്പാണോ എന്നറിയില്ല, അഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ ഈ ഒരു ഭാഗം ഫ്രണ്ട് ഭാഗം മാത്രം നമ്മൾ അഴിച്ചെടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അടിഭാഗത്തെ ബോബും കേസൊക്കെ ഇടുന്നൊരു പാർട്ട് അഴിക്കാൻ ഞാൻ കുറേ ബുദ്ധിമുട്ടി, നോക്കിയിട്ട് നടന്നില്ല. അതിനുശേഷം ഞാനത് വെള്ളത്തിൽ കൊണ്ട് മുക്കി വെച്ച് കുറേ നേരം കഴിഞ്ഞ് കുറേ പരിശ്രമിച്ചിട്ടാണ് നമ്മളത് അഴിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അഴിച്ചപ്പോൾ തന്നെ കാണാം ഇതിൻ്റെ മുകളിലൊക്കെ നല്ല രീതിക്ക് പൊടിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും വർഷം എണ്ണ ഇട്ടതിൻ്റെയൊക്കെ അത് ഇങ്ങനെ അടിഞ്ഞുകൂടി ഒരുപാട് അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ കറക്കുന്ന സൈഡിലുണ്ട്. അപ്പോൾ ചെറിയൊരു ആണി കണ്ടപ്പം എനിക്ക് തോന്നി അത് അഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഊരി വരുമെന്ന്. പക്ഷേ ഒന്നും നടന്നില്ല. ആണി മാത്രം ഊരി കൈ കിട്ടി. വീണ്ടും ഞാനിതിട്ട് സ്ക്രൂ ഡ്രൈവർ കൊണ്ടിട്ട് വെക്കുമായിരുന്നു. അപ്പോൾ അവിടെ നല്ല സ്ക്രൂ ഡ്രൈവറൊന്നും ഇല്ലായിരുന്നു, ആകെ ഉണ്ടായിരുന്ന ഈ ഒരു സ്ക്രൂ ഡ്രൈവറായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ അഴിക്കാൻ നോക്കുന്നത്. അങ്ങനെ നമ്മൾ വെള്ളത്തിലൊക്കെ കൊണ്ട് മുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് മോനാണ് നമ്മുടെ കൂടെ മെഷീൻ കഴുകാനായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോബും കേസിൻ്റെ ഭാഗം ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട് അഴിക്കാനായിട്ട്, പക്ഷേ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്നാൽ നമ്മൾ തയ്ക്കുന്നതിൻ്റെ മെഷീൻ്റെ പല്ലെന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗം അഴിക്കാമെന്ന്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് അഴിക്കുന്നത്. ഇതിന് മുൻപ് ഇന്നേ വരെ ഞാൻ അഴിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മെഷീൻ്റെ ഇതുപോലെ എല്ലാം നമ്മൾ അഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിക്ക് തന്നെ അഴുക്ക് അടിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇത് വെള്ളത്തിൽ ഇട്ടപ്പോഴത്തേക്ക് ഇത്രയും കുതിർന്നെങ്കിൽ ഇതിന് മുൻപ് എന്തുമാത്രം പൊടി കാണുമായിരുന്നായിരിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. അപ്പോൾ സോപ്പ് ഓയിലാണ് ഞാൻ ഇടയ്ക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പഴയ അവിടെ ഇരുന്ന ഒരു ബ്രഷ് എടുത്ത് ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എനിക്ക് തോന്നി ഈ ഒരു ബോബും കേസ് ഇടുന്ന ആ പാർട്ടും കൂടെ അഴിച്ചതിന് ശേഷം അത് കഴുകിയില്ലെങ്കിൽ അവിടെ ഒരുപാട് പൊടി കാണുന്നു. പക്ഷെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് അഴിക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് നേരം പരിശ്രമിച്ചപ്പോൾ അവസാനം അത് നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റി. അപ്പോൾ അത് ഊരിയെടുത്തപ്പോഴാണ് മനസ്സിലായത് അവിടെയൊക്കെ തുരുമ്പ് കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കൃത്യം നമ്മൾ ഓയിൽ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഏത് മെഷീനാണെങ്കിലും ഇതുപോലെ തുരുമ്പ് കയറാതെ അതുപോലെ തന്നെ ഉപയോഗിക്കുന്നുമില്ലായിരുന്നു. വല്ലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ മെഷീൻ കേടുവരും. നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലും തട്ടിനും മുട്ടിനും എടുത്ത് നമ്മൾ ഓയിൽ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ജസ്റ്റ് ചുമ്മയാണല്ലോ ഒന്ന് അടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അത്രയും വില കൊടുത്ത് മേടിച്ച നമ്മുടെ മെഷീനാണ്, അത് പോയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ മോഡൽ മെഷീനൊക്കെ വാങ്ങണമെങ്കിൽ നല്ല രീതിക്ക് തന്നെ പൈസ കൊടുത്ത് വേണം വാങ്ങാനായിട്ട്. അങ്ങനെ നമ്മൾ മുകൾ പാർട്ട് ഫുള്ള് അത്യാവശ്യം കഴുകി വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചേക്കുവാണ്, കഴുകി എടുത്തില്ല, അതിൽ തന്നെ ഇട്ട് വെച്ചേക്കുവാണ്. അന്നേരത്തേക്ക് നമ്മുടെ സ്റ്റാൻഡ് ഫുള്ളൊന്ന് കഴുകി എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഫുള്ള് എട്ടുകാലി വലകളും അതുപോലെ തന്നെ പൊടിയും ഒക്കെയാണ്. അപ്പോൾ ആദ്യം അത് കഴുകി ഉണങ്ങാൻ ഇട്ടതിന് ശേഷം നമുക്ക് അടുത്തത് ബാക്കി കുറച്ച് നേരം നമ്മുടെ സോപ്പ് വെള്ളത്തിൽ കിടന്ന് അതൊന്ന് കുതിരട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ മെഷീൻ കൊണ്ട് വെള്ളത്തിൽ മുക്കി വെച്ചത്. അങ്ങനെ നമ്മൾ കഴുകി എല്ലാം എടുത്ത് നമ്മളെ സ്റ്റാൻഡിലോട്ട് തന്നെ മെഷീൻ വെച്ചിട്ടുണ്ട്. സോപ്പ് ഓയിലിൻ്റെ റിയാക്ഷൻ ആണോ എന്നറിയത്തില്ല, മെഷീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ വേറൊരു കളറ്. അതുപോലെ തന്നെ കണ്ടില്ലേ നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൻ്റെ അല്ലെങ്കിൽ ടേബിളിൻ്റെ ഭാഗമൊക്കെ ഫുൾ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഴിച്ചെടുത്ത എല്ലാ ഓരോ ആണികളും നമ്മളെല്ലാം കറക്റ്റായിട്ട് എടുത്ത് വെക്കണം. അപ്പം നിങ്ങളിത് അഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം എങ്ങനെയൊക്കെ എവിടെയൊക്കെയാണ് ഇരുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിൽ ഓർത്ത് വെക്കണം. ഇല്ലെങ്കിൽ വീഡിയോ എടുത്ത് നോക്കണം.
അല്ലെങ്കിൽ നമുക്കറിയത്തില്ല എവിടെയൊക്കെ എന്തൊക്കെ ഇരിക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ നമ്മളത് ഉണങ്ങാൻ വെച്ചു, ഇപ്പോൾ നമ്മൾ ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം മനസ്സിലാവും. കാരണം നമ്മൾ ഇതിന് മുൻപ് കണ്ടപ്പോൾ നല്ല പൊടിയായിരുന്നു, ഇപ്പോൾ ഒത്തിരി വൃത്തിയാക്കിയിട്ട് ഞാൻ ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ല. നമ്മൾ വീഡിയോ ഫുള്ള് കണ്ട് തീർക്കാത്തതുകൊണ്ട് ഇതിൻ്റെ അവസാന റിസൾട്ട് എന്താകുമെന്ന് പറയത്തില്ല. അതുപോലെ തന്നെ അവർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് റിസൾട്ട് കിട്ടണമെന്നുമില്ല. അപ്പം ഞാനെല്ലാം ക്ലീൻ ചെയ്ത് നല്ലപോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഉൾഭാഗമൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡ് ആണെങ്കിലും ടേബിൾ ആണെങ്കിലും കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ഓരോ പാർട്സും കൂട്ടി പിടിപ്പിക്കുന്നതിന് മുൻപ് എല്ലാം ഒന്ന് ഓയിൽ ചെയ്യണം. അതായത് ഒരു നട്ട് ബോൾട്ട് എന്തായിക്കോട്ടെ ഫുൾ അത് ഓയിൽ ചെയ്തതിന് ശേഷം മാത്രമേ പിടിപ്പിച്ച് കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇനി അതായത് തുരുമ്പ് വരരുത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ അങ്ങനെ ഓയിൽ ചെയ്ത് കൊടുത്ത് പിടിപ്പിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ അതിൻ്റെ പല്ലൊക്കെ പിടിപ്പിച്ച് കൊടുത്തു. അതുപോലെ തന്നെ ബോബും കേസും വെക്കുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ ഓയിൽ ചെയ്തതിന് ശേഷമാണ് പിടിപ്പിച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫുൾ മെഷീനും നമ്മൾ മെഷീൻ്റെ ഉൾഭാഗത്തൊക്കെ ഫുള്ള് ഓയിൽ ചെയ്ത് കൊടുക്കണം. കാരണം എപ്പോഴും നമ്മൾ ഓയിൽ ചെയ്യില്ലല്ലോ. അപ്പോൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിനി ചിലപ്പോൾ 3-4 മാസം കഴിയുമ്പോഴായിരിക്കും ഇനി ഈ മെഷീൻ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അന്നേരത്തേക്ക് അത് തുരുമ്പ് കയറാത്ത വിധത്തിൽ നമ്മൾ ഓയിലൊക്കെ ഇട്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തൊരു ബ്ലാക്ക് ബോക്സ് പോലെ കാണുന്നല്ലോ, അപ്പോൾ അത് ഓയിൽ ഒരുപാട് വീഴുമ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ തുണി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഓയിൽ താഴോട്ട് വീഴാതെ നമുക്ക് തടയാനാണ്. അപ്പം ഞാൻ അവിടെ ഒരു തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴുകാൻ നേരത്തെ അതെടുത്ത് മാറ്റിയതാണ്. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം തുടക്കത്തിൽ നമ്മൾ കാണിച്ച വീഡിയോ നിങ്ങൾക്ക് വേണേൽ താരതമ്യം ചെയ്ത് നോക്കാം എത്ര നീറ്റായിട്ട് തന്നെയാണ് നമ്മുടെ മെഷീൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ പറഞ്ഞ സോപ്പ് ഓയിലിൻ്റെ റിയാക്ഷൻ ആണോ എന്നറിയത്തില്ല എന്നൊക്കെ. അത് നമ്മൾ ഓയിലൊക്കെ ഇട്ടപ്പോഴത്തേക്ക് നല്ല പുതിയ മെഷീൻ പോലെ നമുക്ക് തോന്നി. ഇത് ഇത്രയും വർഷം പഴക്കമുള്ളൊരു മെഷീനാണ്. നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഓയിലൊക്കെ ഇട്ട് അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരിക്കലും പറയത്തില്ല ഇത്രയും പഴക്കമുള്ളൊരു മെഷീനാണ് നമ്മൾ ഇങ്ങനെ കഴുകിയെടുത്തപ്പോൾ നമുക്ക് കിട്ടിയെന്നുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും പരീക്ഷിക്കാൻ നല്ല റിസൾട്ടാണ്. ഇപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ, ബൈ ബൈ.